ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ ഓഫ് വാക്ക് വിത്ത് രാജലക്ഷ്മി. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചൈന ടൗണിലാണ്. സോ ഫ്രൈഡേ ഔട്ടിങ്ങാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ എല്ലാവരും കൂടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അതായത് നമ്മൾ രാജമണി താഴെയുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37°C ആണ്. ടൈം 4:55 PM. സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റാർട്ട് അവർ റൈഡ്. സോ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരാൾ ഒരു ഹോഴ്സിനെ റൈഡ് ചെയ്ത് പോകുന്നതാണ്. നല്ല ചൂടാണ്. അപ്പോൾ എങ്ങനെയാണ് ആളാ ചൂടിനെ സഫർ ചെയ്യണമെന്നൊന്നും അറിയില്ല. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് റൗണ്ട് അബൌട്ട് ആണ്. സോ റിലയൻസ് വില്ലേജിലേക്കുള്ള ഫസ്റ്റ് റൗണ്ട് അബൌട്ട് ആണിത്. അപ്പോൾ രാജാവ് നമ്മുടെ ദുഃഖം വിസിറ്റ് ചെയ്തപ്പോൾ ദുഃഖം ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ദുഃഖത്തെ കുറേ റൗണ്ട് അബൌട്ട്സുകൾ അവരിങ്ങനെ നന്നായി ചെടിയൊക്കെ വെച്ചിരുന്നു. പക്ഷേ ചൂട് കാരണം കുറേ ചെടികളൊക്കെ ഇപ്പോൾ വാടി പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് ചെടികളൊക്കെ പിടിച്ചുകൂട്ടോ. നല്ല ഭംഗിയുണ്ട് ദുഃഖം റൗണ്ട് അബൌട്ട്സ് കാണാനായിട്ട്. ഇപ്പം നമ്മൾ ടൂറിസ്റ്റ് സോൺ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദുഃഖത്ത് തന്നെ ഏറ്റവും പോർഷ് വില്ലകളാണ് കേട്ടോ. ഇവിടെ മന്ത്ലി റെൻറ്റും ഭയങ്കര കൂടുതലാണ്. അത് മാത്രമല്ല അത് അവർ സെൽഫ് ഒക്യുപ്പൈഡ് ആണ്. ലൈക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ സൂപ്പർ മാർക്കറ്റ്, ATM, എവറിത്തിങ് ഈസ് ദെയർ ലൈക്ക് റിനൈൻസൻസ് വില്ലേജ്. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ക്രൗൺ പ്ലാസയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഇനി നമ്മൾ കാണുന്നത് ദുഃഖം എയർപോർട്ട് റോഡാണ്. സോ എയർപോർട്ട് റോഡിലേക്ക് പോകുമ്പോൾ തന്നെയാണ് നമ്മുടെ ചൈന ടൗൺ. പക്ഷേ ഇവിടെ നിന്ന് നമ്മളൊരു ഡീവിയേഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ദുഃഖം ഒരു സ്പെഷ്യൽ ഇക്കോണമിക് സോൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ ദുഃഖത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ വിതിൻ ഇയേഴ്സ് ഇറ്റ് വിൽ മേക്കം വൺ ഓഫ് ദ പോപ്പുലർ സിറ്റീസ് ഇൻ ഒമാൻ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കും വലിയ ഐഡിയ ഇല്ല ചൈന ടൗൺ, ബിക്കോസ് മാപ്പിലൊന്നും അപ്ഡേറ്റഡ് അല്ല കേട്ടോ ചൈന ടൗൺ. ബട്ട് നമ്മളത് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൻ്റെ ടെറൈൻ എന്ന് പറയുന്നത് ഓഫ് റോഡാണ് കേട്ടോ. ഫുൾ മഡാണ്. ബോത്ത് ദ സൈഡ്സ് വി കുൻ സീ ഓൺലി റോക്സ് കേട്ടോ. ഈ റോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര റഫാണ്. സോ പോകുമ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകുന്ന ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓടിക്കുന്നത് വളരെ സ്പീഡ് കുറച്ചിട്ടാണ്. ബട്ട് ഒമാൻഡീസ് ഒരുപാട് സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ നല്ല ജർക്കിംഗ് ഉണ്ട്. അത് യു കുഡ് ഓൾസോ ഫീൽ അല്ലേ, നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നല്ല ജർക്കിംഗ് ഉണ്ട്. ഇപ്പം നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് ജസ്റ്റ് 17 km/h ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നത് സ്കൈലൈൻ പ്രോപ്പർട്ടീസിൻ്റെ വില്ലാസ് ആണ്. സ്കൈലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാടധികം പുതിയ പുതിയ കാര്യങ്ങൾ ദുഃഖത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ലൈക്ക് ദേ ഹോസ്റ്റഡ് എ ലോട്ട് ഓഫ് പ്രോഗ്രാംസ് ലൈക്ക് കൈറ്റ് ഫെസ്റ്റിവൽ വിച്ച് വാസ് ദ വെരി ഫസ്റ്റ് വൺ ഇൻ അവർ ദുഃഖം. ദെൻ ഹോളി സെലിബ്രേറ്റ് ചെയ്തിരുന്നു, ഇഫ്താർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാടധികം സെലിബ്രേഷൻസ് സ്കൈലിങ്ക് മദേഴ്സ് കിച്ചൺ എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്, അവർ ചെയ്യാറുണ്ട്. ആൻഡ് ഒമാനീസ് ആർ വെൽ നോൺ ഫോർ ദെയർ ആതിഥ്യ മര്യാദ അല്ലേ. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടീയുടെ ഒരു എന്താ പറയുക, ടീ ഒക്കെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ടീ. സോ ടീ കുടിക്കുന്ന ഒരു സാധനം അവിടെ ഒരു സ്ക്രാപ്പിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾ കാണുന്നത് ക്യാമലിനെയാണ് കേട്ടോ. ക്യാമൽ ജീവനുള്ളതൊന്നുമല്ല, ഇതും ഒരു സ്ക്രാപ്പിൽ ചെയ്ത് വെച്ചിട്ടൊരു ക്യാമലാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ദെൻ ക്യാമലിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് ന്യൂ ഇന്ത്യൻ വില്ലേജ് ആണ്. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രൊജക്റ്റുകളും ഒരുപാട് ഹോപ്പുകളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്ലിഫിൻ്റെ മേലെയുള്ള ഇവിടെ ദുഃഖം സീയുടെ ഒരു വ്യൂ ആണ് കേട്ടോ. സോ ഒരുപാട് ക്ലിഫുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല കുറച്ച് ഡേഞ്ചറസ് ആണ്. സോ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒരുപാടധികം ശ്രദ്ധിക്കണം. അവർ തന്നെ ഒരുപാട് പ്ലേസസ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ കാണുന്ന പോലെയല്ല, താഴത്തെ മണ്ണൊക്കെ വാഷ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. നമ്മളതിൻ്റെ മേലെ കയറിക്കഴിഞ്ഞ് അവിടെ നിന്ന് താഴേക്ക് വീഴാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ രാജ കുറേയൊക്കെ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ തന്നെ ഒരുപാട് കാർവിങ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ബി കോഷൻ, ലൈക്ക് ഒരുപാട് അറ്റത്തേക്ക് പോകാതിരിക്കുക. സോ ഇവിടെ നിന്ന് ഇനി ഒരു 30 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ ചൈന ടൗണിലേക്ക് പോകാനായിട്ട്. ഈ ജർക്കിങ് കാരണം മനുഷ്യൻ്റെ തലയൊക്കെ വേദന എടുത്തു. ആൻഡ് നല്ല കാറ്റാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സ്ഥലത്ത് നിന്ന് വാഷ് ഔട്ടായിട്ട് മണ്ണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ദുഃഖം ബീച്ച്. ഒരു ടൂറിസ്റ്റ് സോൺ തന്നെയാണിത് കേട്ടോ. അവിടെ പോയി വല്ലാതെ കാറ്റൊക്കെ അടിച്ച് വയ്യാണ്ടായപ്പോൾ ഞങ്ങളിത് നമ്മുടെ സ്പാറിൽ പോയി കുറേ ഫ്രൂട്ട്സ്,
ഡ്രിങ്ക്സൊക്കെ മേടിച്ച് ഞങ്ങൾ പോകുന്നു. സോ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.